ഹലോ അസ്സലാമു അലൈക്കും. റാബീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സാമ്പാർ പൊടിയില്ലാതെ നമ്മുടെ വീട്ടിലുള്ള മസാലപ്പൊടികൾ ഉപയോഗിച്ചിട്ട് കുക്കറിൽ വളരെ എളുപ്പത്തിൽ സാമ്പാർ വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കുക്കറിൽ വയ്ക്കുന്ന സമയത്ത് വിസിലിലൂടെ പുറത്തു പോകാതിരിക്കാനുള്ള ഒരു ടിപ്പ് കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് പച്ചക്കറികൾ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്കുള്ള മസാലപ്പൊടികൾ: 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചിട്ടുള്ളത്, 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചതും, 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും, 1/2 കപ്പ് സാമ്പാർ പരിപ്പ് നേരത്തെ അല്പം വെള്ളം ഒഴിച്ച് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. കടുക് പൊട്ടിക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് 2 ചെറിയ ഉള്ളിയും 4 അല്ലി വെളുത്തുള്ളി ചതച്ചിട്ടുള്ളതും കുറച്ച് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. അപ്പോൾ സാമ്പാറിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സാമ്പാർ തയ്യാറാക്കാം. കുക്കർ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അധികം ആരും സാമ്പാർ വയ്ക്കുന്ന സമയത്ത് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാറില്ല. ഒരു പ്രാവശ്യം നിങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ സ്ഥിരമായി സാമ്പാർ വയ്ക്കുമ്പോൾ വെളുത്തുള്ളി ചേർത്തിരിക്കും. അത്രയ്ക്ക് നല്ലൊരു ടേസ്റ്റാണ്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടോ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുത്ത് ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള സാമ്പാർ പരിപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുള്ള പച്ചക്കറികളെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഇതിലേക്ക് പുളി ചേർത്തിട്ടില്ല, കാരണം ഞാൻ ദോശയ്ക്കാണ് ഈ സാമ്പാർ ഉപയോഗിക്കുന്നത്. 2 തക്കാളി മാത്രമേ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ചോറിനൊപ്പം കഴിക്കാനാണെങ്കിൽ ഈ സമയത്ത് ഒരല്പം പുളി എടുത്തിട്ട് വെള്ളത്തിലിട്ടൊന്ന് പിഴിഞ്ഞ് ആ വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും എത്രത്തോളം വെള്ളമാണോ ചേർത്ത് കൊടുക്കുന്നത് അതനുസരിച്ചിട്ടുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതിലുള്ള വെജിറ്റബിൾസിൻ്റെ അതേ ലെവലിലാണ് ഞാൻ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ അതിൽ കൂടുതൽ വേണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. കുറച്ച് മതിയെങ്കിൽ അതനുസരിച്ചും വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. കുക്കർ മൂടി വെച്ച് വിസിലിട്ടിട്ട് ഹൈ ഫ്ലെയിമിൽ 3 വിസിൽ വരുന്നത് വരെയാണ് ഞാൻ സാമ്പാർ വേവിച്ചെടുക്കുന്നത്. നിങ്ങൾ കണ്ടു കാണുമല്ലോ, ഇത്രയും വെള്ളം ചേർത്തിട്ടും വിസിലിലൂടെ ഒരല്പം പോലും സാമ്പാർ പുറത്തോട്ട് വന്നിട്ടില്ല. അതിൻ്റെ കാരണം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. സാധാരണയായി നമ്മൾ സാമ്പാറൊക്കെ വയ്ക്കുന്ന സമയത്ത് അവസാനമല്ലേ കടുക് വറുത്തൊഴിക്കാറ്. ഇന്ന് ഞാൻ കുക്കറിൽ ആദ്യം തന്നെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് വറുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ കുക്കറിൽ നിന്ന് അല്പം പോലും വിസിലിലൂടെ പുറത്തു പോകാതിരുന്നത്. അവസാനമായി ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഈ ടിപ്സും സാമ്പാറും നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. പുതിയ വീഡിയോസുമായി ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം.